കോട്ടയം വൈക്കത്ത് വള്ളം മറിഞ്ഞ് അപകടം ഉണ്ടായിരിക്കുന്നു. 23 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതിൽ 22 പേരെയും രക്ഷപ്പെടുത്തി. ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാണാവള്ളി സ്വദേശിയായിട്ടുള്ള 42 വയസ്സുകാരൻ ഉമേഷ് എന്ന കണ്ണന് വേണ്ടിയാണ് ഇപ്പോൾ തിരച്ചിൽ. സുമേഷ് എന്ന കണ്ണന് വേണ്ടിയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് വള്ളം മറിഞ്ഞുണ്ടായ അപകടം സംഭവിക്കുന്നത്. പാണാവള്ളിയിൽ നിന്നും ഒരു മരണവീട്ടിൽ പോയ ശേഷം ഇക്കരക്കരയിലേക്ക് വള്ളത്തിൽ പോകുമ്പോഴാണ് ശക്തമായ കാറ്റിൽപ്പെട്ട് വള്ളം മറിയുകയും അപകടം സംഭവിക്കുകയും ചെയ്യുന്ന അതീവ ദുഷ്കരമായിരുന്നു രക്ഷാദൗത്യം. 22 പേരെ നാട്ടുകാരുൾപ്പെടെ ഫയർഫോഴ്സ് ഉൾപ്പെടെ രക്ഷപ്പെടുത്തി കരയിലേക്ക് എത്തിച്ചു. ഇനി ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും സ്കൂബ ടീമിന്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ നാട്ടുകാരുടെയൊക്കെ തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്യാമപ്രസാദ് ഉത്തമനും ഷിനോജ് എസ്റ്റിയും ചേരുന്നുണ്ട്. ഷിനോജ്, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ആ തിരച്ചിലുമായി ബന്ധപ്പെട്ടതാണ്. ആ പ്രദേശത്തെ ശക്തമായ കാറ്റ് വലിയ വെല്ലുവിളിയാണ്. ആ പുഴയുടെ സ്വഭാവവും വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു ദൗത്യമാണെന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്താണ് അറിയാൻ കഴിയുന്നത് രക്ഷാദൗത്യത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ? പ്രതീക്ഷ, ഈ അപകടത്തിൽപ്പെട്ട 22 പേർ സഞ്ചരിച്ച വള്ളം എന്ന് പറയുന്നത് പാണാവള്ളിയിൽ നിന്നും ഒരു മരണച്ചടങ്ങുകൾക്ക് വേണ്ടി വന്ന വള്ളമാണ്. അതായത് ഈ വലതുവശത്ത്, എനിക്കിപ്പോൾ കാണുന്ന വശത്താണ് ഈ പാണാവള്ളി എന്ന പ്രദേശം. അവിടെ നിന്ന് ഈ കാട്ടിക്കുന്ന് എന്ന് പറഞ്ഞ പ്രദേശത്തേക്കാണ് ഇവർ എത്തുന്നത്. കാട്ടിക്കുന്നിലേക്ക് എത്തി അവിടെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് അതിനുശേഷം മടങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടാകുന്നത്. ഈ ഭാഗത്ത്, അതായത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണുന്ന ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഈ അപകടവും ഉണ്ടാകുന്നത്. ഏകദേശം 2 മണിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 22 പേർ ആണ് ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് പോലീസിൽ നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. അതിൽ പലർക്കും ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ്, പ്രത്യേകിച്ച് ഈ കരയ്ക്ക് അപ്പുറം ഇപ്പുറമൊക്കെ തന്നെ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ. അതിനാൽ തന്നെ അവർക്കൊക്കെ തന്നെ പലർക്കും നീന്തൽ അറിയാം. അതുകൊണ്ട് തന്നെ ഈ അപകടം നടന്ന സമയത്ത് തന്നെ പലരും നീന്തി ഇങ്ങനെ രക്ഷപ്പെടുകയായിരുന്നു. അതിൽ ഒരാൾ മാത്രം, 42 വയസ്സുള്ള സുമേഷ് എന്ന കണ്ണൻ ആണ് ഇപ്പോൾ മിസ്സിംഗ് ആയിരിക്കുന്നത്. കണ്ണന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഇവിടെ തുടരുന്നത്. ഏകദേശം 2.5 മണിക്കൂറായി തിരച്ചിൽ തുടരുകയാണ്. സമീപവാസികളാണ് ആദ്യഘട്ടത്തിൽ തിരച്ചിൽ ഇറങ്ങിയതെങ്കിൽ അതിനുശേഷം കൃത്യമായ രീതിയിലുള്ള ഫയർഫോഴ്സും അതുപോലെ തന്നെ സ്കൂബ സംവിധാനം ഉൾപ്പെടെയുള്ളവർ ഈ തിരച്ചിലിനായി രംഗത്തേക്ക് എത്തുകയാണ്. എന്തായാലും നമുക്ക് ഈ നാട്ടുകാരിൽ ചിലർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഇപ്പോൾ ഈ സമയത്ത്. ചേട്ടാ, എന്താ ആ സമയത്ത് ഉണ്ടായിരുന്നു? അല്ല, ആ സമയത്ത് ആയില്ല, അറിഞ്ഞു വന്നു. ഈ നല്ല കാറ്റുണ്ടായിരുന്നില്ല? ശക്തമായ കാറ്റുണ്ടായിരുന്നു. ഈ കണ്ണൻ്റെ ചിത്രമാണ് പ്രതീക്ഷ. ഈ നിലവിൽ ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്ന കണ്ണൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതെന്ന് പറയുന്നത്. കണ്ണൻ 42 വയസ്സാണ് പ്രായം. നിങ്ങളുടെയൊക്കെ സുഹൃത്താണോ? അല്ലല്ല, ഒരു മരിപ്പിന് വന്നതാണ്. അക്കരെ ഒരു മരിപ്പുണ്ടായിരുന്നു. അല്ല, ഇതിപ്പോൾ വേറെ സെൻഡ് ചെയ്യുന്ന. എന്തായാലും കണ്ണൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് എന്ന് പറയുന്നത്. കണ്ണനും അതുപോലെ തന്നെ 22 പേരടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ ഈ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം കാട്ടിക്കുന്നിൽ നിന്ന് തിരിച്ച് പാണാവള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ 22 പേര്, ആദ്യഘട്ടത്തിൽ 30ഓളം പേരാണ് ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ആദ്യഘട്ടത്തിൽ വന്ന വിവരമെങ്കിൽ അങ്ങനെയല്ല. നിലവിൽ പോലീസ് പറയുന്നത് 22 പേരാണ് ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 21 പേരും നീന്തി രക്ഷപ്പെട്ടു. അതിൽ ബാക്കി ഒരാൾ, സുമേഷ് എന്ന് വിളിക്കുന്ന കണ്ണന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. അതിൽ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. വലിയ രീതിയിലുള്ള തിരച്ചിലുണ്ട് പ്രതീക്ഷ. വലിയ രീതിയിൽ കാറ്റുമുണ്ട്. ഈ കാറ്റും അതുപോലെ അടിയൊഴുക്കും തന്നെയാണ് ഈ അപകടത്തിനും കാരണമെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത്. വലിയ തിരച്ചിലാണ്, തിരയിളക്കമുണ്ട്. അങ്ങനെ ഈ കാറ്റും തിരയിളക്കവുമാണ് ഇത്തരത്തിലെ അപകടത്തിലേക്ക് നയിച്ചത്. ഈ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോഴും വളരെ ദുഷ്കരമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഘടകവും ഈ കാറ്റും അതുപോലെ തന്നെ ഈ തിരയിളക്കവും തന്നെയാണ്. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ തിര ഇങ്ങനെ ഇളച്ചു കയറുന്നുണ്ട്. ആ തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് ദുഷ്കരമായ രീതിയിലുള്ള കാലാവസ്ഥയും ഒരു അന്തരീക്ഷവുമാണ് നിലവിൽ ഇപ്പോൾ ഈ വൈക്കത്ത് ഉള്ളത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പോയ ആളുകൾ വീണ്ടും അവരിപ്പോൾ എത്തുകയാണ്. അവരിപ്പോൾ ഈ ഭാഗത്ത് വീണ്ടും ഉണ്ട്. ഈ ബോട്ടിലുള്ള ആളുകളൊക്കെ തന്നെ ഈ ആദ്യഘട്ടത്തിൽ പോയ ഫയർഫോഴ്സ് ഷിനോജസ്റ്റിയാണ് വിവരങ്ങൾ തത്സമയം നൽകിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും നീന്തൽ അറിയാവുന്ന ആളുകളായിരുന്നു. ആ സുമേഷിനും നീന്തൽ അറിയാവുന്ന ആളായിരുന്നിരിക്കണം. അങ്ങനെയെങ്കിൽ കരയിലേക്ക് മറ്റോ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോൾ ഈ തിരച്ചിൽ തത്സമയം നമ്മൾ കാണുമ്പോൾ അതീവ ദുഷ്കരമാണ്. അടിയൊഴുക്കും കാറ്റുമൊക്കെ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി.